അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ വി മൂവ് ഓൺ ടു സർട്ടൺ ഡിവൈസസ്. ചില ഡിവൈസുകൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഒന്ന് മെർക്കുറി ബാരോമീറ്റർ. അപ്പോൾ ബാരോമീറ്റർ ജനറലി എന്താണെന്ന് നമുക്കറിയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ബാരോമീറ്ററിൻ്റെ ഒരു സെറ്റപ്പാണ് ഈ കാണുന്ന ഫിഗറിൽ. ഒരു ബീക്കറിൽ അല്ലെങ്കിൽ ഒരു വെസലിൽ ഒരു ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. മെർക്കുറിയാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ളിലേക്ക് നമ്മളൊരു ഇൻവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറുണ്ട്. അപ്പോൾ അതിൽ മെർക്കുറി കുറച്ച് ഹൈറ്റിലായിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എ പരിഗണിക്കുന്നുണ്ട്, പോയിൻ്റ് ബി നോക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം പോയിൻ്റ് എയും പോയിൻ്റ് ബിയും ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണെന്ന് ഓർക്കുക. പിന്നെ ഈ വലിയ വെസൽ അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് പോയിൻ്റ് ബിയിലുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയായിരിക്കും നമുക്ക് അറിയാം. ഈ സാധനങ്ങളൊക്കെ മൊത്തത്തിൽ ഏത് സ്ഥലത്താണോ വെച്ചിരിക്കുന്നത് അവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും പോയിൻ്റ് ബിയിലുണ്ടാവുക. പോയിൻ്റ് എയിലെ പ്രഷർ പോയിൻ്റ് ബിയിലുള്ള പ്രഷർ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ച തിയറി, ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ ആയതുകൊണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഷർ അറ്റ് എ ഷുഡ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. പ്രഷർ അറ്റ് എ വിൽ ബി ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. അതിന് കാരണം എന്താ? അതിന് കാരണം എയും ബിയും ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ്. പ്രഷർ അറ്റ് എ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, എക്ക് മുകളിൽ എച്ച് ഹൈറ്റിലായിട്ട് ഈ ഫ്ലൂയിഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പോയിൻ്റ് എയിലെ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിംപിളി റോ ജി എച്ച്. അത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ഈ എച്ച് ഹൈറ്റിൽ ഫ്ലൂയിഡിൽ താഴേക്ക് വരുമ്പോൾ എച്ച് ഡെപ്തിലുണ്ടാകുന്ന പ്രഷർ എത്രയാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ റോ ജി എച്ച് ഈക്വൽ ടു പി എ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ടു റോ ജി എച്ച് എന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നിന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: പി എ ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച് അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ് ഓഫ് ദി ഫ്ലൂയിഡ്. ഇവിടെ അത് മെർക്കുറിയാണ്. ഹൈറ്റ് ഓഫ് ദി മെർക്കുറി ഇൻ ദ ട്യൂബ്. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മെർക്കുറിയുടെ ഹൈറ്റിൻ്റെ ടേംസിൽ അളക്കാൻ പറ്റും. അതാണ് ശരിക്കും നിങ്ങളുടെ മെർക്കുറി ബാരോമീറ്ററിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയും. ഇപ്പോൾ ഈ കാണുന്ന ഇക്വേഷനിലുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കുകയാണ്. റോ ഡെൻസിറ്റി ഓഫ് മെർക്കുറി, എച്ച് ഹൈറ്റ് ഓഫ് ദ മെർക്കുറി കോളം ഇൻ ദ ട്യൂബ്. റോയും ജിയും എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ സി ലെവലിൽ ഈ കാണുന്ന എക്യുപ്മെൻറ്റ് സി ലെവലിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 76 സെൻറ്റിമീറ്ററാണ്. അതായത് അന്തരീക്ഷമർദ്ദം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 76 സെൻറ്റിമീറ്റർ ഓഫ് ഹൈറ്റ് ഓഫ് മെർക്കുറി ഇൻ ദ ട്യൂബ്. അപ്പോൾ അത് 76 മെർക്കുറി ഹൈറ്റ് കിട്ടിയാൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ 1 ATM ആണ്. അതിൽ കൂടിക്കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണെന്നും 76ൽ താഴേക്ക് ഹൈറ്റ് വന്നാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറവാണെന്ന് നമുക്കറിയാം. പിന്നെ ഒരു ഒന്ന് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി മാത്രം ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഈ എക്യുപ്മെൻറ്റിനെ സി ലെവലിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക, അറ്റ്മോസ്ഫിയറിനെ മുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. ഈ 76 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഈ മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ് കൂടി വരികയാണോ കുറഞ്ഞു വരാനാണോ പോകുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ചോദ്യം ഇതാണ്: ഈ ബാരോമീറ്ററിൻ്റെ സെറ്റപ്പ് നമ്മൾ സി ലെവലിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആസ് വി ഗോ അപ്പ് ഇൻ ദി അറ്റ്മോസ്ഫിയർ 76 സെൻറ്റിമീറ്റർ എന്നുള്ള മെർക്കുറിയുടെ ഹൈറ്റ് വാല്യൂ കൂടാനാണോ കുറയാനാണോ പോകുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് നമുക്ക് തന്നെ ഒന്ന് അറിയാനും പറ്റും. യെസ്, 1-2 ചെറിയ കൺവേർഷൻസ് ഒന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കാം. 1 ATM ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1 ബാർ പ്രഷറിൻ്റെ മറ്റൊരു യൂണിറ്റാണ് ബാർ. 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. അതുപോലെ മറ്റൊരു യൂണിറ്റാണ് 1 ടോർ. 1 ടോർ ഈക്വൽ ടു 133 പാസ്കൽ. ആൻഡ് 1 millimeter mercury is equal to 1 torr, that's equal to 133 പാസ്കൽ. അപ്പോൾ ഈ 1 millimeter മെർക്കുറിയുടെ ഹൈറ്റിനെയാണ് നമ്മൾ 1 ടോർ ആയിട്ട് വിളിക്കുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 133 പാസ്കൽ. അപ്പോൾ ഈ ഇത്രയും കൺവേർഷൻസും ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഏതെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. മറ്റൊരു ഉപകരണമാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. അപ്പോൾ മെർക്കുറി ബാരോമീറ്റർ
അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് അളക്കാനാണ് ഉപയോഗിക്കുന്നത്. പ്രഷർ ഡിഫറൻസ് അപ്പോൾ ഒന്ന് വായിക്കാം. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഗേജ് പ്രഷർ ഓർ ഇറ്റ്സ് നോട്ട് ഓഫ് ഇറ്റ്സ് ഓർ പ്രഷർ ഡിഫറൻസ്. ഗേജ് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഇപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ കാണുന്നതാണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണുള്ളത്. അതിലൊരു ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ടാവും. ആ ഫ്ലൂയിഡ് നമ്മൾ ചൂസ് ചെയ്യുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്, അത് പറയാം. ഇതിനുള്ളിൽ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കാണ് നമ്മൾ ശരിക്കുള്ള എക്സ്പെരിമെൻറ്റിൽ ഇവിടെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കാണ് വയ്ക്കുന്നത്. അതിനുള്ളൊരു പ്രഷർ ഉണ്ടാവും പി. ഈ എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവിടെയുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇനി നമ്മൾ ഈ ഫ്ലൂയിഡിൻ്റെ ലെവലിൽ 2 പോയിൻറ്റുകൾ ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ കൺസിഡർ ചെയ്യും. പോയിൻറ്റ് എയും ബിയും. നമുക്കറിയാവുന്ന തിയറി അനുസരിച്ച് പ്രഷർ അറ്റ് എ ഷുഡ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. അതേ കോൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിനുള്ളിലെ ഫ്ലൂയിഡ് ചൂസ് ചെയ്ത് നോക്കാം. യൂസ് ലോ ഡെൻസിറ്റി ലിക്വിഡ് ടു മെഷർ സ്മോൾ പ്രഷർ ഡിഫറൻസസ്. നമുക്ക് അളക്കേണ്ട പ്രഷർ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ നമ്മളിതിനുള്ളിൽ ഫില്ല് ചെയ്യേണ്ടത് ഒരു ലോ ഡെൻസിറ്റി ലിക്വിഡ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് ഓയിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ യൂസ് ഹൈ ഡെൻസിറ്റി ലിക്വിഡ് ടു മെഷർ ലാർജ് പ്രഷർ ഡിഫറൻസ്. നമുക്ക് അളക്കേണ്ട പ്രഷർ ഡിഫറൻസ് വളരെ ലാർജ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ഹൈ ഡെൻസിറ്റി ലിക്വിഡാണ്, ലൈക്ക് മെർക്കുറി പോലെ ഒരെണ്ണം ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ത് തരത്തിലുള്ളൊരു ലിക്വിഡാണ് നമ്മൾ ഇതിനുള്ളിൽ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ലോജിക്ക്. ഇനി നമുക്കതിൻ്റെ തിയറട്ടിക്കൽ പാർട്ടിലേക്ക് പോവാം. ആസ് വി നോ പ്രഷർ അറ്റ് എ ഷുഡ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. ഇനി പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലുള്ള പ്രഷർ തന്നെയായിരിക്കും, ദാറ്റ് ഈസ് പി. ഇനി പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഇത്രയും ഹൈറ്റുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷർ. അപ്പോൾ ഈ ഫ്ലൂയിഡിൽ എച്ച് ഡെപ്തിലേക്ക് വരുമ്പോൾ എന്താണോ പ്രഷർ, ആ പ്രഷർ പ്ലസ് ഇതിന് മേലെ ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പോയിൻറ്റ് ബിയിലുള്ള പ്രഷർ വരിക. സോ പി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. എച്ച് ഡെപ്തിലുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ, എച്ച് റോ ജി. പിന്നെ ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നതുകൊണ്ട് അതിന് കൂടെ ഒരു പി എയും കൂടെ ആഡ് ചെയ്ത് വരുമെന്ന് മാത്രം. സോ ദ പ്രഷർ ഡിഫറൻസ് പി മൈനസ് പി എ ഈക്വൽ ടു എച്ച് റോ ജി. ഈ എക്യുപ്മെൻറ്റിൻ്റെ പ്രത്യേകതയാണത്. പ്രഷർ ഡിഫറൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെയും ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിനുള്ളിൽ ഫീൽ ചെയ്യാൻ പോകുന്ന പ്രഷറിൻ്റെയും ഡിഫറൻസ് പി മൈനസ് പി എ ഈക്വൽ ടു എച്ച് റോ ജി എന്ന് കിട്ടും. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അതല്ല, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇതാണ്, പി മൈനസ് പി എ ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച്. അതായത് ഈ ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രഷർ ഡിഫറൻസ് എത്രയാണെന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ് ഈ ഉപകരണത്തിൻ്റെ വർക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ദ ഗേജ് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മാനോമീറ്റർ ഹൈറ്റ് എച്ച്. ഗേജ് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മാനോമീറ്റർ ഹൈറ്റ് എച്ച്. ഇപ്പോൾ എന്താണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിൻ്റെ വർക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ. സോ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. അത് ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോയാണ്, ദാറ്റ് ഈസ് കോൾഡ് പാസ്കൽസ് ലോ. ഫ്ലൂയിഡ് പ്രഷറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫ്ലൂയിഡിൻ്റെ പ്രഷറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഫ്ലൂയിഡ് പ്രഷറിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റി വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ലോയാണ്. പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോയാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. അത് ഓർക്കണം, ഫ്ലൂയിഡ് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ വിശദീകരിക്കുന്ന ലോയാണ് പാസ്കൽസ് ലോ. നമ്മൾ പലരും തെറ്റിക്കാറുള്ളൊരു കാര്യം, നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൽ കൊടുക്കുന്ന ഫോഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ട്രാൻസ്മിഷനെ പറ്റി വിശദീകരിക്കുന്ന ലോയാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ഫോഴ്സ് അല്ല, ഫ്ലൂയിഡിൽ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങനെ മാറുന്നു എന്ന് വിശദീകരിക്കുന്ന ലോയല്ല പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ നമ്മളോട് പറയുന്നത് ഫ്ലൂയിഡിൽ ഏൽക്കപ്പെടുന്ന പ്രഷർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, പാസ്കൽസ് ലോ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്രഷർ ട്രാൻസ്മിഷൻ ത്രൂ ഫ്ലൂയിഡ്സ്. പക്ഷേ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഫോഴ്സിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ വരുമെങ്കിൽ പോലും പാസ്കൽസ് ലോ നിങ്ങളോട് പറയുന്നത് ഒരു ഫ്ലൂയിഡിൽ ഏൽക്കപ്പെട്ട അല്ലെങ്കിൽ കൊടുക്കപ്പെട്ട പ്രഷർ എങ്ങനെ മാറുന്നു എന്ന് മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതെവിടെയാണ് തെറ്റിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിലാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വെൻ ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പാർഡൺ മീ. Whenever external pressure is applied on any part of a fluid contained in a vessel,
ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ആൻഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഇതാണ്: ഒരു കണ്ടെയ്നറിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു വെസലിൽ നമ്മൾ കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന ഫ്ലൂയിഡിന് മേൽ നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, അത് ഏതെങ്കിലും പാർട്ടിൽ, ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും പാർട്ടിൽ നമ്മൾ ഇതുപോലൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ അൺഡിമിനിഷ്ഡായിട്ട്, അതായത് കുറവൊന്നും വരാതെ ഈക്വലി തുല്യമായിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു പാത്രത്തിനുള്ളിൽ നമ്മൾ കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്താൽ അത് അൺഡിമിനിഷ്ഡായിട്ടും ഈക്വലായിട്ടും ഫ്ലൂയിഡിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്നാണ് പാസ്കൽ പറഞ്ഞത്. അപ്പോൾ ദാറ്റ് ഈസ് യുവർ പാസ്കൽസ് ലോ. സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പാസ്കൽസ് ലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പോകുന്ന ചില ഡിവൈസുകൾ അല്ലെങ്കിൽ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എക്സാം. ദാറ്റ് ഈസ് ദി ഹൈഡ്രോളിക് ലിഫ്റ്റ്. പാസ്കൽസ് ലോ വർക്ക് ചെയ്യാനായി പാസ്കൽസ് ലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നൊരു മെക്കാനിസമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. ഈ കാണുന്ന കാറൊന്നും നമ്മൾ അങ്ങനെ അത്ര ഭംഗിയായി വരയ്ക്കണമെന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാൻ പോയാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയും. ഓക്കെ, 2 പിസ്റ്റണുകൾ ഉണ്ടാവും, 2 ബേസ്. ഇവിടെ നമ്മളൊരു ഫോഴ്സ് താഴേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഫോഴ്സ് മുകളിലേക്ക് കിട്ടും. കൊടുത്ത ഫോഴ്സ് F1, കിട്ടിയ ഫോഴ്സ് F2. ആദ്യത്തെ പിസ്റ്റൺ ചെറിയ പിസ്റ്റൺ ആണ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. രണ്ടാമത്തെ പിസ്റ്റൺ വലിയ പിസ്റ്റൺ ആണ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. A2 ഈസ് ഗ്രേറ്റർ ദാൻ A1. ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്കീമാറ്റിക്കായിട്ട് വരയ്ക്കാം. ഇനി ഇവിടെ അത് സംഭവിക്കാൻ നോക്കാം. പ്രഷർ ഓൺ സ്മോളർ പിസ്റ്റൺ, ഇതാണ് സ്മോളർ പിസ്റ്റൺ. അവിടെ കൊടുക്കപ്പെടുന്ന പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ P = പ്രഷറിൻ്റെ ജനറൽ ഇക്വേഷനൊക്കെ അറിയാം അല്ലേ, ഫോഴ്സ് ബൈ ഏരിയ. അവിടെ കൊടുത്ത ഫോഴ്സ് അറിയാം F1, ചെറിയ പിസ്റ്റൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറിയാം A1. സോ പ്രഷർ വിൽ ബി F1 ബൈ A1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, ദിസ് പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു ദി ലാർജർ പിസ്റ്റൺ റിസൾട്ടിങ് ആൻ അപ്വേർഡ് ഫോഴ്സ് F2. പാസ്കൽസ് ലോ അനുസരിച്ച് ഇവിടെ F1 എന്നുള്ള ഫോഴ്സ് കൊടുത്തപ്പോൾ ഉണ്ടായ പ്രഷർ P ഈ ഫ്ലൂയിഡിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും മാറ്റമൊന്നും വരാതെ അൺഡിമിനിഷ്ഡായിട്ട് ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യുകയും വലിയ പിസ്റ്റണിൽ മുകളിലേക്ക് ഒരു പുതിയ ഫോഴ്സ് F2 ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ദാറ്റ് പ്രഷർ അറ്റ് ലാർജ് പിസ്റ്റൺ, അതിന് നമുക്കിങ്ങനെ എഴുതാം P = F2 ബൈ A2. മുകളിലേക്ക് കിട്ടിയ ഫോഴ്സ് F2, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പിസ്റ്റൺ 1ൽ F1 എന്നുള്ളൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ പിസ്റ്റൺ 2ൽ F2 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കിട്ടി. പക്ഷേ പിസ്റ്റൺ 1ൽ F1 ഫോഴ്സ് കൊടുത്തപ്പോൾ ഉണ്ടായ അതേ പ്രഷർ തന്നെയാണ് പിസ്റ്റൺ 2ലും വലിയ പിസ്റ്റണിലും ഉണ്ടാകുന്നത്. പ്രഷറിൽ മാറ്റമില്ല എന്ന് പറയുന്നതാണ് പാസ്കൽസ് ലോ. ഒരു പ്രഷർ ഒരു വെസലിൽ വെച്ചിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ ഏത് പാർട്ടിൽ കൊടുത്താലും അത് അങ്ങനെ തന്നെ ആ ഫ്ലൂയിഡിൻ്റെ എല്ലാ പാർട്ടിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പാസ്കൽ പറഞ്ഞത്. അപ്പോൾ ചെറിയ പിസ്റ്റണിൽ ഉണ്ടായ പ്രഷർ P ആണെങ്കിൽ അതേ പ്രഷർ തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക, വലിയ പിസ്റ്റണിലും ഉണ്ടാവുക. പക്ഷേ വലിയ പിസ്റ്റണിൽ ഏൽക്കുന്ന പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ ആ ഇക്വേഷനിൽ F2 ബൈ A2 ആയിരിക്കും. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ദിസ് 2 പ്രഷേഴ്സ് ആർ ഈക്വൽ. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നോക്കിക്കഴിഞ്ഞാൽ F1 ബൈ A1 = F2 ബൈ A2. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. അവിടെ നിന്നും വലിയ പിസ്റ്റണിൽ കെട്ടാൻ പോകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ ദാറ്റ്സ് ഈക്വൽ ടു A2 ബൈ A1 ഇൻറ്റു F1. അപ്പോൾ ഇതാണ് ശരിക്കും ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. വലിയ പിസ്റ്റണിൽ കിട്ടാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് A2 ബൈ A1 ഇൻറ്റു F1, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഫോഴ്സായ F1നെ A2 ബൈ A1 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും വലിയ പിസ്റ്റണിൽ കിട്ടാൻ പോകുന്നത്. സോ യുവർ F2 വിൽ ബി മച്ച് ലാർജർ ദാൻ F1 എന്നുള്ള ഐഡിയ മനസ്സിലാക്കുക. അതിൽ കൊടുത്ത ഫോഴ്സിനെ A2 ബൈ A1 ടൈംസ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ A2 ബൈ A1 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് എൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദി ഡിവൈസ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ
മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ A2/A1 കണക്കാക്കുന്നത്. അപ്പോൾ ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് വലിയ ഫോഴ്സ് കിട്ടണമെങ്കിൽ ഈ മൾട്ടിപ്ലയിങ് ഫാക്ടർ വലുതായിരിക്കണം. ഈ മൾട്ടിപ്ലയിങ് ഫാക്ടർ വലുതാകണമെങ്കിൽ A2 ചെറുതും A2 വലുതും A1 ചെറുതുമായിരിക്കണം. അതായത് സെക്കൻഡ് പിസ്റ്റൺ ഹാവിങ് എ ലാർജർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഫസ്റ്റ് പിസ്റ്റൺ ആസ് എ വെരി സ്മോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതാണ് എഴുതുന്നത്. ടു ഗെറ്റ് ലാർജ് ഫോഴ്സ് ഓൺ ദ ലാർജർ പിസ്റ്റൺ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 on the second piston must be large and area of cross section A1 of the first piston must be small. അപ്പോൾ എന്താണ് A2/A1 എന്നുള്ള ആ ടേമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ദി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദി ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. A2/A1 ടൈംസ് ആയിരിക്കും നമ്മൾ കൊടുത്ത ഫോഴ്സായ F1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് പിസ്റ്റണിൽ F2 ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പരീക്ഷയ്ക്ക് പാസ്കൽസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ, അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് ഇക്വേഷനെങ്കിലും എഴുതി വയ്ക്കാമെന്ന് ഓർക്കുക. F1/A1 = F2/A2 എന്നുള്ള ഇക്വേഷനെങ്കിലും പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ അത് മറന്നുപോയെങ്കിൽ അതിന് പകരമായിട്ട് എഴുതാം. മുഴുവൻ മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത്, എങ്കിലും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. അനദർ ആപ്ലിക്കേഷൻ, പാസ്കൽസ് ലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ ഹൈഡ്രോളിക് ബ്രേക്സ്. നമ്മളെ കാറുകളിലും ബൈക്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഹൈഡ്രോളിക്കാണ്. അപ്പോൾ നോക്കാം. വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ ബ്രേക്ക് പെഡൽ, ദ മാസ്റ്റർ പിസ്റ്റൺ എക്സെർട്ട് എ പ്രഷർ ഓൺ ദ ബ്രേക്ക് ഫ്ലൂയിഡ് which according to Pascal's law equally transmitted to all parts of the fluid, causing a large force on the large piston. നമ്മൾ ബ്രേക്ക് പെഡലിൽ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബ്രേക്കിംഗ് മെക്കാനിസത്തിലുള്ള മാസ്റ്റർ പിസ്റ്റൺ ഈ ബ്രേക്ക് ഫ്ലൂയിഡിനകത്ത് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. നമ്മൾ ബ്രേക്ക് പെഡൽ കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റർ സിലിണ്ടർ ഉണ്ട്. ആ മാസ്റ്റർ സിലിണ്ടറിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പെഡലിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ മാസ്റ്റർ സിലിണ്ടർ ബ്രേക്ക് ഫ്ലൂയിഡിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. പക്ഷേ പാസ്കൽസ് ലോ അനുസരിച്ച് നമുക്കറിയാം, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ വെച്ചിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഏത് പാർട്ടിൽ പ്രഷർ കൊടുത്താലും അത് ഈക്വലായിട്ട് ആ ഫ്ലൂയിഡിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ അതർ എൻഡിൽ നമ്മളൊരു ലാർജ് പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഈ ലാർജ് പിസ്റ്റൺ ബ്രേക്ക് അപ്ലൈ ചെയ്യപ്പെടേണ്ടത് എവിടെയാണോ അവിടേക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ ഫോഴ്സ് പെഡലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടർ അല്ലെങ്കിൽ മാസ്റ്റർ പിസ്റ്റൺ ഫ്ലൂയിഡിലേക്കൊരു പ്രഷർ കൊടുക്കും. അത് ഈക്വലായിട്ട് ലാർജ് പിസ്റ്റണിലെത്തും. സ്വാഭാവികമായിട്ടും ലാർജ് പിസ്റ്റൺ ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് F2 വളരെ വലുതായിരിക്കും. ഡ്യൂ ടു ദി ലാർജ് ഫോഴ്സ്, ബ്രേക്ക് ഷൂ മൂവ്ഡ് ആൻഡ് ക്രിയേറ്റ്സ് എ ലാർജ് റിട്ടാർഡിങ് ഫോഴ്സ് ഓൺ ദ വീൽസ്. ഈ F2 ഇവിടെ കിട്ടുന്ന ലാർജ് പിസ്റ്റണിൽ കിട്ടുന്ന വലിയ ഫോഴ്സ് കാരണം ഒരു വലിയ റിട്ടാർഡിങ് ഫോഴ്സ് വീലുകളിൽ അപ്ലൈ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു 4 വീലറിൻ്റെ ഒരു കാറിൻ്റെ 4 വീലുകളിലേക്കും ഇതേപോലെ ഹൈഡ്രോളിക് ബ്രേക്സ് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെഡലിൽ ഫോഴ്സ് കൊടുത്താൽ മാസ്റ്റർ സിലിണ്ടർ ഈ ബ്രേക്ക് ഫ്ലൂയിഡിൽ ഒരു പ്രഷർ കൊടുക്കും. ആ പ്രഷർ 4 വീലുകളിലേക്കും ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. 4 വീലുകളിൽ നമ്മൾ വെച്ചിരിക്കുന്ന പിസ്റ്റണുകളുടെ വലിപ്പം ഒന്നാണെങ്കിൽ 4 വീലിലും ഒരേ സമയത്ത് ഒരേ അളവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടും. സോ ഈക്വലായിട്ട് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനായിട്ട് ഹൈഡ്രോളിക് ബ്രേക്സിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതോടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളൊരു ഓൾ ടുഗദർ പുതിയ സെക്ഷനിലേക്ക് പോവുകയാണ്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോൾഡ് സ്ട്രീം ലൈൻ ഫ്ലോ.